ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജിജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചീരത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് കുഴയാതെ എങ്ങനെ നല്ലതുപോലെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലക്കാണ്. 500 ഗ്രാം പാലക്ക് 3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലയുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്കിതിനെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ മൂത്ത തണ്ട് മുഴുത്ത ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, ഒരേ ലെവലിൽ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അരിയാതെ കിടക്കുന്നതും വീണ്ടും എടുത്ത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ഇവിടെ നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒന്ന് കടുക് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് അതിൻ്റെ ഗോൾഡൻ കളറൊന്നും അതാകേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ പാലക്കും നമുക്ക് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പാലക്കിനകത്ത് ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് ഹൈ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതിനകത്തിൽ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് അടച്ചു വെച്ചല്ല വേവിക്കുന്നത്, തുറന്നു വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, വെള്ളമെല്ലാം ആവിയായിട്ട് പൊക്കോളും. നമ്മൾ ഈ തോരൻ വെക്കുമ്പോൾ എപ്പോഴും ഫ്ലാറ്റായിട്ടുള്ള ചീനിച്ചട്ടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. കുഴിയുള്ള ചീനിച്ചട്ടി വെച്ചാൽ ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ ഈ ചീര ഇതിനകത്തിൽ കിടന്ന് അങ്ങ് കുഴഞ്ഞു പോകും. ഫ്ലാറ്റായിട്ട് വെക്കുമ്പോൾ ഈ വെള്ളമെല്ലാം ആവിയായിട്ട് പൊക്കോളൂ. അപ്പം നമുക്ക് ഒന്നേലൊന്ന് തൊടാതെ ഈ ചീരത്തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങയുടെ 1/4 ഭാഗം ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയിലും വെള്ളമുണ്ട്. ആ സമയത്തും നമുക്ക് ഗ്യാസ് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കേണ്ടത്. ഈ തേങ്ങയുടെയും വെള്ളം നല്ലതുപോലെ വറ്റുന്നിടം വരെ ഒന്നുകൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി ഏറ്റവും ലാസ്റ്റിൽ 1/4 ടീസ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ചീരത്തോരനകത്ത് ഒത്തിരി ഉപ്പ് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മുട്ടയൊക്കെ തോരൻ വെക്കത്തില്ല, അത്രയും ഉപ്പേ ഇതിന് ആവശ്യമുള്ളൂ. കാരണം ഇതിന് ഓൾറെഡി ഉപ്പുള്ളതാണ്. ഈ പാലക്കിനകത്ത് ഓൾറെഡി ഒരു ഉപ്പ് രസം ഉള്ളതാണ് ഈ പാലക്ക്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ഇതിനകത്തിൽ ഉപ്പിടാവൂ. അപ്പോൾ നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഞാനിതിപ്പോൾ ചോറും ചമ്മന്തിയും തോരനും കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.